ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടനേ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങൾ ഒന്നുമേ വേണ്ടനേ യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. പ്രിയമുള്ളവരെ,
സർവപുകഴ്ചയ്ക്കും യോഗ്യനായവൻ, സർവാരാധനയ്ക്കും യോഗ്യനായവൻ നമ്മുടെ കർത്താവ്, വാഴ്ത്തപ്പെട്ട കർത്താവ്. നാം പാടിയതുപോലെ നിൻ്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഹിതപ്രകാരം നമുക്ക് ജീവിക്കാം. എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട കർത്താവേ, നിൻ്റെ ഹിതം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ മതി. ആ ഒരു വലിയ തീരുമാനത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മരുഭൂയാത്ര നമുക്ക് നയിക്കാം. ദൈവത്തിൻ്റെ ഹിതത്തിനായി, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി, ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി നമ്മെ തന്നെ വ്യക്തിപരമായി ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽ അതിന് ദൈവം ഭാഗ്യം നൽകി തരട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ആവശ്യമായ എല്ലാ സ്വർഗത്തിലെ കുറവുകളും നമ്മുടെ മേൽ ദൈവം പകരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും വേണ്ട പിതാവേ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം നിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല പ്രഭാതം ഞങ്ങൾക്ക് ദാനം തന്നല്ലോ. ഞങ്ങളുടെ ദേശനിവാസികളെയും അയൽഭവനങ്ങളെയൊക്കെ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലും ഈ പകൽ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. അവരുടെ യാത്രകളിൽ, പ്രവർത്തന മേഖലകളിൽ, ശുശ്രൂഷകളിൽ, ഭവനങ്ങളിലായിരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം എല്ലാവരോടും കൂടി ഇരിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനിഷ്ട സംഭവങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളുടെ ദേശത്തെ സംരക്ഷിച്ച് അയൽഭവനങ്ങളെ സംരക്ഷിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരും തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവമേ അവരുടെ മേലും ദൈവം പകരണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പതിവായി പ്രാർത്ഥിക്കുന്ന പോലെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ആരും കർത്താവെ ക്രിസ്തുവിൽ നിന്ന് അന്യപ്പെട്ടു പോകാൻ അനുവദിക്കരുത് എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. തലമുറ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാനിടയാക്കണമേ. നല്ല ഭാവികൾക്ക് ഉടമയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹോസ്റ്റലുകളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ദൈവമേ, അവരോടും ദൈവത്തിൻ്റെ മനസ്സിലോ കാണിക്കണമേ. ദൈവമേ, അവർക്ക് പഠിപ്പാൻ ദൈവം ബുദ്ധി കൊടുക്കണമേ. ആയുസ്സും ആരോഗ്യം, ദൈവകൃപയും നല്ല ഭാവിയും അവർക്ക് കൊടുക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഉപരിപഠനങ്ങൾക്കായി മറ്റ് സ്ഥലങ്ങളിലേക്ക് കടന്നുപോയിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം. ദൈവമേ, കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അവരൊക്കെ കാത്തു പരിപാലിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ആത്മഹത്യയുടെ വക്കിൽ കർത്താവെ, ഇനി മരണം മാത്രം മുന്നേ എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരൊക്കെ ഉണ്ട് കർത്താവെ. അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ നിൻ്റെ മനസ്സലിവ് കാണിക്കണമെന്ന് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ കുറവ് ദൈവം പകരണമേ. ക്രിസ്തുവിലുള്ള പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ദൈവം നൽകണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളിൽ മേൽ ഈ പ്രഭാതത്തിൽ നിൻ്റെ സമാധാനം അയക്കണമെന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ്. അവരുടെ വിഷയങ്ങൾ അറിഞ്ഞ് ദൈവമേ അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമെന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളാലും എല്ലാവരെയും നിറയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേണ്ടി എല്ലാ സ്നേഹിതർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുമായിരിക്കുന്ന മേഖലകളെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. അവർക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം അവരുടെ പക്കൽ ദൈവം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം. അവരെ ദൈവം അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അവർക്ക് നല്ല പ്രോഗ്രാമുകൾ, നല്ല മീറ്റിങ്ങുകളൊക്കെ ദൈവം നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരോട് മനസ്സിൽ കാണിക്കണം കർത്താവ്. നിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാർ ദേശത്തും വിദേശത്തുമായി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന അനേക ദൈവദാസന്മാരുണ്ട്. എല്ലാ ക്രിസ്തീയ പ്രസ്ഥാനങ്ങൾക്കായ, ക്രിസ്തീയ സംഘടനകൾക്കായ സ്തോത്രം കർത്താവ്. എല്ലാ ചർച്ചകൾക്കായ സ്തോത്രം. എല്ലാ കർത്താവ് ദൈവദാസന്മാർക്കായ സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
ഈ പകലിൽ കർത്താവെ നേരോടെ വിശ്വസ്തയോടെ നിന്നെ സഹനം ചെയ്യിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ തൃക്കര ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വിശേഷാൽ കർത്താവെ ഈ അടുത്ത ദിവസങ്ങളൊക്കെ സ്കൂൾ തുറക്കുന്ന കർത്താവെ എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കാത്തു പരിപാലിക്കണമേ. അധ്യയന വർഷം തുടങ്ങുമ്പോൾ കർത്താവെ അതിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനേക ഭവനങ്ങൾ അനേക കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ. ഈ പ്രഭാതത്തിൽ അവരോട് മനസ്സിലവ് കാണിക്കണേ കർത്താവെ. അവർക്കാവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളൊക്കെ ദൈവം കൊടുക്കണമെന്നവരുടെ പ്രാർത്ഥന. ഒന്നിനും അവർ ഭാരപ്പെടുവാൻ അനുവദിക്കലേ ദൈവമേ. അവർക്ക് സാമ്പത്തിക നന്മകളെ അനുഗ്രഹങ്ങളെ ദൈവം കൊടുക്കണമെന്നവരുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രഭാതത്തിൽ അവരെയൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവിധ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. വിശേഷാൽ ഒരിക്കൽ കൂടെ അടിൻ്റെ സ്നേഹിതർ പലരും രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. കർത്താവെ അനേക പിതാക്കന്മാർ മാതാക്കന്മാരൊക്കെ രോഗികളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരോട് മനസ്സിലവ് കാണിക്കണമേ. അവർക്ക് സൗഖ്യം കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തൃക്കരമെന്ന് പകൽക്കാലം കൂടെയിരിക്കണം. നന്മകളാൽ നിറയ്ക്കണം. വഴി നടത്തണം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.